ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ആകുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സപ്ലൈയും ഡിമാൻഡും അൺബാലൻസ്ഡ് ആവുക. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം സപ്ലൈയും ഡിമാൻഡും എന്തായിരുന്നു? ബാലൻസ്ഡ് ആയിരുന്നു, ഈക്വൽ ആയിരുന്നു. ഇവിടെ അൺബാലൻസ്ഡ് ആവുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നാണ് പറയുന്നത്. സോ അൺബാലൻസ്ഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ടു ഒബ്റ്റെയിൻ എ ഫീസിബിൾ സൊല്യൂഷൻ it is necessary that the total supply must equal to total demand. ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സപ്ലൈ ടോട്ടൽ ഡിമാൻഡിനോട് ഈക്വൽ ആയിരിക്കണം. ഇൻ അൺബാലൻസ്ഡ് പ്രോബ്ലം ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. പക്ഷേ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ സപ്ലൈയും ഡിമാൻഡും എന്തല്ല? ഈക്വൽ അല്ല. ദിസ് അൺബാലൻസ്ഡ് പ്രോബ്ലം ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഈ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ നമുക്ക് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. For the purpose, a fictitious source or destination which will provide the surplus supply or demand is to be added. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സർപ്ലസ് സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്ടീഷ്യസ് സോഴ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇഫ് ദ ടോട്ടൽ സപ്ലൈ എക്സീഡ്സ് ദ ടോട്ടൽ ഡിമാൻഡ്, ടോട്ടൽ സപ്ലൈ എന്നുള്ളത് ടോട്ടൽ ഡിമാൻഡിനേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ then an additional column, a dummy center, can be added to the transportation table to absorb the excess supply. എക്സസ് സപ്ലൈയെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ഒരു അഡീഷണൽ കോളം നമ്മൾ ആഡ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദാറ്റ് കോളം വിൽ ബി ടേക്കൻ ആസ് സീറോസ്. ആ കോളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളത് സീറോ ആയിട്ട് നമ്മൾ ടേക്കൻ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ടോട്ടൽ ഡിമാൻഡ് എക്സീഡ്സ് ദ സപ്ലൈ then dummy row can be added to the transportation table. അതേപോലെ തന്നെ ടോട്ടൽ ഡിമാൻഡ് സപ്ലൈക്കാട്ടിലും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡമ്മി റോ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അതായത് ടോട്ടൽ സപ്ലൈ ടോട്ടൽ ഡിമാൻഡിനേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, സപ്ലൈ ഡിമാൻഡിനേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡീഷണൽ കോളം നമ്മൾ ആഡ് ചെയ്യുക ടു ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ടു അബ്സോർബ് ദ എക്സസ് സപ്ലൈ. എക്സസ് സപ്ലൈ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നമ്മൾ ഒരു അഡീഷണൽ കോളം ആഡ് ചെയ്യുക. ടോട്ടൽ സപ്ലൈ ടോട്ടൽ ഡിമാൻഡിനേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ അഡീഷണൽ കോളം നമ്മൾ ഡെവലപ്പ് ചെയ്യുക ടു അബ്സോർബ് ദ എക്സസ് സപ്ലൈ. എക്സസ് സപ്ലൈ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നമ്മൾ അഡീഷണൽ കോളം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ടോട്ടൽ ഡിമാൻഡ് സപ്ലൈക്കാട്ടിലും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഡമ്മി റോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ആഡ് ചെയ്യുക. ഹിയർ ആൾസോ ദ യൂണിറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ടേക്കൻ ആസ് സീറോ. ഇവിടെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ യൂണിറ്റ് എന്നുള്ളത് 0 തന്നെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ അല്ലാത്ത പ്രോബ്ലത്തിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് പ്രോബ്ലം എന്ന് പറയാം. അൺബാലൻസ്ഡ് പ്രോബ്ലത്തിനെ നമ്മൾ ബാലൻസ്ഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിക്ടീഷ്യസ് സോഴ്സോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനോ നമ്മൾ സർപ്ലസ് ഓർ സപ്ലൈയിലോ ഡിമാൻഡിലോ നമ്മൾ ആഡ് ചെയ്യാം. ടോട്ടൽ സപ്ലൈ ടോട്ടൽ ഡിമാൻഡിനെക്കാട്ടിലും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അഡീഷണൽ കോളം നമ്മൾ ആഡ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ടു അബ്സോർബ് ദ എക്സസ് സപ്ലൈ. എക്സസ് സപ്ലൈ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നമ്മൾ ഒരു അഡീഷണൽ കോളം ആഡ് ചെയ്യുക. ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദാറ്റ് കോളം വിൽ ബി ടേക്കൻ ആസ് സീറോ. ആ കോളത്തിൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് സീറോ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ടോട്ടൽ ഡിമാൻഡ് എക്സീഡ്സ് ദ സപ്ലൈ, ടോട്ടൽ ഡിമാൻഡ് സപ്ലൈനേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഡമ്മി റോ ക്യാൻ ബി ആഡഡ് ടു ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ഡമ്മി റോ നമ്മൾ ആഡ് ചെയ്യാം. ഹിയർ ആൾസോ ദ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ടേക്കൻ ആസ് സീറോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഇല്യൂസ്ട്രേഷൻ 16 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം നോക്കി നോക്കൂ. എ പ്രോഡക്റ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ 4 ഫാക്ടറീസ് പി, ക്യു, ആർ ആൻഡ് എസ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് 4 ഫാക്ടറികളിലാണ്, പി, ക്യു, ആർ ആൻഡ് എസ്. ദ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദീസ് പ്രൊഡക്ട്സ് ആർ ₹2, ₹3, ₹1 ആൻഡ് ₹5 റെസ്പെക്റ്റീവ്ലി. ഈ പ്രൊഡക്ട്സിൻ്റെ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളത് 2, 3, 1, 5 എന്നിങ്ങനെയാണ്. ദെയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് ആർ 50, 70, 30 ആൻഡ് 50 യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് 50, 70, 30 ആൻഡ് 50 യൂണിറ്റ് ആണ് റെസ്പെക്റ്റീവ്ലി. ദീസ് ഫാക്ടറീസ് സപ്ലൈ ദ പ്രൊഡക്റ്റ് ടു 4 സ്റ്റോർസ്. ഈ ഫാക്ടറികൾ പ്രൊഡക്റ്റ് 4 സ്റ്റോറുകളിലേക്ക് സപ്ലൈ ചെയ്യും. ഡിമാൻഡ് ഓഫ് വിച്ച് ആർ 25, 35, 105 ആൻഡ് 20 യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി.
ഇതിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് 25, 35, 105 അതുപോലെ തന്നെ 20 യൂണിറ്റ് എന്നിങ്ങനെയാണ്. യൂണിറ്റ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇൻകേർഡ് ഇൻ റുപ്പീസ് ഫോർ ഈച്ച് ഫാക്ടറി ടു ഈച്ച് സ്റ്റോർ ഈസ് ഗിവൻ ബിലോ. ഓരോ ഫാക്ടറിയുടെയും ഓരോ സ്റ്റോറിലുമുള്ള യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻ റുപ്പീസ് താഴെ തന്നിട്ടുണ്ട്. യൂണിറ്റ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇൻകേർഡ് ഇൻ റുപ്പീസ് ഫോർ ഈച്ച് ഫാക്ടറി ടു ഈച്ച് സ്റ്റോർ. ഓരോ ഫാക്ടറിയിൽ നിന്നും ഓരോ സ്റ്റോറിലേക്കുള്ള യൂണിറ്റ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോർ, ഫാക്ടറികൾ PQRS എന്നുള്ള 4 ഫാക്ടറിയാണ്. സ്റ്റോഴ്സ് 1, 2, 3, 4 ആണ്. അപ്പോൾ ആദ്യത്തെ P എന്നുള്ളതിൻ്റെ 2, 4, 6, 11, Q എന്നുള്ളതിൻ്റെ 10, 8, 7, 5, R എന്നതിൻ്റെ 13, 3, 9, 12, അതേപോലെ S എന്നുള്ളതിൻ്റെ 4, 6, 8, 3 എന്നിങ്ങനെയാണ്. ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡെലിവറീസ് ഫ്രം ഈച്ച് ഓഫ് ദ ഫാക്ടറീസ് ടു ഈച്ച് ഓഫ് ദ സ്റ്റോർസ് സോ ദാറ്റ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഈസ് മിനിമം. അതായത് ടോട്ടൽ പ്രൊഡക്ഷനും ടോട്ടൽ ട്രാൻസ്പോർട്ട് കോസ്റ്റും മിനിമം ആകുന്ന രീതിയിൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഡെലിവറീസ് ഓരോ ഫാക്ടറിയിൽ നിന്നും ഓരോ സ്റ്റോറിലേക്കും ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണോ അല്ലേ നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പ്രൊഡക്റ്റ് കോസ്റ്റും തന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പ്രൊഡക്റ്റ് കോസ്റ്റും നമ്മൾ ആദ്യം ആഡ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോസ്റ്റ് ഈസ് ടു ബി ആഡഡ്. എന്നിട്ട് നമ്മൾ പുതിയ ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയും പ്രൊഡക്റ്റ് കോസ്റ്റിനെയും ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ PQRS എന്നുള്ള 4 ഫാക്ടറികളാണ്. സ്റ്റോർ എന്നുള്ളത് 1, 2, 3, 4 ആണ്. അപ്പോൾ അതിൻ്റെ നോക്കി വെക്കുക, PQRSൻ്റെ ഒന്നാമത്തെ സ്റ്റോറിൽ 2 ആണ് തന്നിരിക്കുന്നത്. ആ 2ൻ്റെ കൂടെ അതിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 എന്ന് വരും. രണ്ടാമത്തത് 4 ആണ്. 4ൻ്റെ കൂടെ അതിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് വരും. 3ൻ്റെ 2, അപ്പോൾ 6 + 2 8, 4ൻ്റെ 11 + 2 13. സപ്ലൈ എന്ന് പറയുന്നത് 50 ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഓൾറെഡി 50 അവിടെ എടുത്തെഴുതുക. അതേപോലെ തന്നെ അടുത്തത് Qൻ്റെ 10 + 3 13, 8 + 3 11, 7 + 3 10, 5 + 3 8. അതേപോലെ തന്നെ Rൻ്റെ 13 + 1 14, 3 + 1 4, 9 + 1 10, 12 + 1 13. Sൻ്റെ 4 + 5 9, 6 + 5 11, 8 + 5 13, 3 + 5 8. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഇത് നമുക്ക് മാറ്റി കിട്ടും. അതായത് ഓരോന്നിൻ്റെയും സ്റ്റോറിൻ്റെ വാല്യൂസ് നമുക്ക് മാറ്റി കിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടെ ആഡ് ചെയ്ത സമയത്ത്. ഇനി സപ്ലൈ എന്ന് പറയുന്നത് 50, 70, 30, 50 ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 25, 35, 105, 20 ആണ്. ഇനി നമ്മൾ സപ്ലൈയും ഡിമാൻഡും കൂട്ടി നോക്കുക. ഡിമാൻഡ് 25ഉം 35ഉം ആകുമ്പോൾ എത്ര വരും? 35 60, 35 25 60, 60ഉം 20 80, 80ഉം 105 എത്ര വരിക? 105 80 എത്ര വരും? 185 വരും. അതേപോലെ തന്നെ മറ്റേത് 50ഉം 70 എത്ര വരും? 50ഉം 70ഉം 120, 30, 150, 50ഉം 200 എന്ന് വരും. അപ്പോൾ 200 സപ്ലൈയും 185 ഡിമാൻഡുമാണ്. അപ്പോൾ നമുക്ക് എന്തല്ല, ബാലൻസ്ഡ് അല്ല. മനസ്സിലായോ? 50ഉം 70ഉം 120, 30, 150, 50, 200, മറ്റേത് 25ഉം 35ഉം 105ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 185 ആണ് വരുന്നത്. ഇൻ ദിസ് പ്രോബ്ലം ടോട്ടൽ സപ്ലൈ ഈസ് 200 ആൻഡ് ഡിമാൻഡ് ഈസ് 185. ടോട്ടൽ സപ്ലൈ 200ഉം ഡിമാൻഡ് 185 ആണ്. സോ ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് ഡിമാൻഡ് 15 യൂണിറ്റ്. 15 യൂണിറ്റ് ഡിമാൻഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. Therefore, a dummy demand is to be added to absorb the excess capacity. Excess capacity അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരു ഡമ്മി ഡിമാൻഡ് നമ്മൾ ആഡ് ചെയ്യണം. We can do the problem by using Vogel's approximation method. Vogel's approximation method കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ Vogel's approximation method ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. The number of allocated cell is 8, which is equal to m plus n minus 1. That is 5 plus 4 minus 1, that is equal to 8. So there is initial feasible solution. From the above table, it can be seen that 15 units are allocated to dummy store from factory S. ഫാക്ടറി എസ്സിൽ നിന്നും ഡമ്മി സ്റ്റോറിലേക്ക് 15 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? അഡീഷണൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്തു. ഫാക്ടറി എസ്സിൽ നിന്നും ഡമ്മി സ്റ്റോറിലേക്ക് 15 യൂണിറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ ടേബിൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമ്മുടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് PQRS എന്നുള്ള 4 ഫാക്ടറികളാണ്. അതിൻ്റെ സ്റ്റോർ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ആദ്യം 25ഉം 50ഉം കൂടെ നോക്കുന്ന സമയത്ത് 50 സപ്ലൈയും 25 ഡിമാൻഡും ആവുന്ന സമയത്ത് ആ 25 ഡിമാൻഡ് കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ പറ്റും.
അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തതിന് ശേഷം അതുപോലെ 35 സപ്ലിയും 70 ഡിമാൻഡും 35 ഡിമാൻഡും 70 സപ്ലിയും 105 ഡിമാൻഡും 30 സപ്ലി അങ്ങനെ ഓരോന്നും ചെയ്തതിന് ശേഷം വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓരോ ടേബിളും പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം ഫൈനൽ ടേബിൾ ഇതെല്ലാം എടുത്തെഴുതുക. ഫൈനൽ ടേബിൾ എടുത്തെഴുതുമ്പോൾ എങ്ങനെ വരും? ഇതിലെ ഫൈനൽ ടേബിൾ എടുത്തെഴുതിയത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ ടേബിൾ എടുത്തെഴുതുന്ന സമയത്ത് PQRS അപ്പോൾ നമുക്ക് 4 അതിൻ്റെ 25 വരും, 6ൻ്റെ 5 8 20 പിന്നെ 13 പിന്നെ അതുപോലെ തന്നെ 13 11 10 70 8 14 4 30 10 13 9 11 13 15 8 20 അതേപോലെ 25 35 105 20 ഡിമാൻഡ്. ഡമ്മി എന്ന് പറയുന്നത് 0 0 0. ആ നാലാമത്തെ എസ് എന്നുള്ളതിൽ അഡീഷണൽ ആയിട്ട് ഒരു 15 ഡമ്മി നമ്മൾ ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സപ്ലൈ എന്ന് പറയുന്നത് 50 70 30 50. അപ്പോൾ ടോട്ടൽ 200 നമുക്ക് കിട്ടും. ഇവിടെയും നമുക്ക് 25 35 105 20 15 കൂടി ആകുമ്പോൾ സമയത്ത് 200 നമുക്ക് കിട്ടും. അപ്പോൾ എന്തായി? ഒറിജിനൽ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇനി നമ്മൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ 4 × 25 പ്ലസ് 5 × 6 പ്ലസ് 30 × 4 പ്ലസ് 20 × 8 പ്ലസ് 70 × 10 പ്ലസ് 15 × 13 പ്ലസ് 20 × 8 പ്ലസ് 15 × 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 30 പ്ലസ് 120 പ്ലസ് 160 പ്ലസ് 700 പ്ലസ് 195 പ്ലസ് 160 പ്ലസ് 0 അതായത് 1465 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പെനാൽറ്റി കോസ്റ്റ് കണ്ടെത്തിയതിന് ശേഷം ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മാളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മാളസ്റ്റ് കോസ്റ്റ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം. ഓരോ റോയിലും ഓരോ കോളത്തിലുമുള്ള സ്മാളസ്റ്റ് എലമെൻറ്റും നെക്സ്റ്റ് സ്മാളസ്റ്റ് എലമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെനാൽറ്റി കോസ്റ്റ് കിട്ടും. Among the penalty found in step 1, select the maximum penalty. If there is a tie among or relate with the maximum penalty, select one arbitrarily. അതിൽ നിന്ന് മാക്സിമം പെനാൽറ്റിയിൽ സെലക്ട് ചെയ്യുക. അതിൽ ടൈ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആർബിട്രറിലി നമ്മൾ സെലക്ട് ചെയ്യുക. From the selected column or row, find out the cell which is having lowest cost. Lowest cost ഉള്ള സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. As much as quantity must be allocated to this cell by considering the demand and supply. ഡിമാൻഡും സപ്ലൈയും കൺസിഡർ ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ ആസ് മച്ച് ആസ് ക്വാണ്ടിറ്റി നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ദ കോളം ഓർ റോ വിച്ച് ഈസ് എക്സ്ഹോസ്റ്റഡ് ഈസ് ടു ബി ഡിലീറ്റഡ്. എക്സ്ഹോസ്റ്റ് ചെയ്തിട്ടുള്ള കോളത്തിനെയോ റോയിനെയോ നമ്മൾ ഡിലീറ്റ് ചെയ്യാം. The above steps is to be continued till an initial feasible solution is obtained. ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എത്തുന്നത് വരെ ഈ സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. It should be noted that if column is exhausted, then there will be a change in row penalty and vice versa. കോളം എക്സോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റോ പെനാൽറ്റിയിലും ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പെനാൽറ്റി കോസ്റ്റ് ഏത് മെത്തേഡ് ചെയ്യാം. ഇവിടെ വോഗൽസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു എന്ന് മാത്രം. വേണമെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ ചെയ്യാം. നമുക്കിഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക, എന്നിട്ട് അതിനെ ബാലൻസ്ഡാക്കിയിട്ട് മാറ്റുക. അങ്ങനെ എന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഈ അൺബാലൻസ്ഡ് പ്രോബ്ലത്തിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡുകൾ മനസ്സിലാക്കി വയ്ക്കുക. നോർത്ത് വെസ്റ്റ് കോർണർ, ലീസ്റ്റ് കോസ്റ്റ്, വോഗൽസ് അപ്രോക്സിമേഷൻ. പിന്നെ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒപ്റ്റിമാലിറ്റി കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ 3 മെത്തേഡിൽ ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഒപ്റ്റിമാലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പിംഗ് സ്റ്റോണും അതേപോലെ തന്നെ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ചെയ്യുന്നത്. അപ്പോൾ അൺബാലൻസ്ഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ അല്ലാതെ വരുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് ആക്കി മാറ്റണം. ടോട്ടൽ സപ്ലൈയെയും ടോട്ടൽ ഡിമാൻഡിനെയും നമ്മൾ എന്താക്കി മാറ്റണം? ഈക്വലാക്കി മാറ്റണം. അപ്പോൾ എവിടെയാണോ കുറവെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ളത് കുറവുള്ള ഭാഗത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിമാൻഡാണ് കുറവെന്നുണ്ടെങ്കിൽ അവിടെ 15 എന്നുള്ളത് നമ്മൾ അഡീഷണൽ ആയിട്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ കോസ്റ്റും ട്രാൻസ്പോർട്ട് കോസ്റ്റും തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് തന്ന പ്രകാരം ആ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ട് കോസ്റ്റിൻ്റെ കൂടെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഈക്വലാക്കി മാറ്റാൻ വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള 15 അവിടെ അബ്സോർബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ടേബിൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഫൈനൽ ടേബിളിൽ എൻസർക്കിൾ ചെയ്തിട്ടുള്ള സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക? ടേബിളിൻ്റെ വാല്യൂസ് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളത് കിട്ടും. അതിന് നമുക്ക് 1465 എന്നത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആൻസർ
കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. താങ്ക്